കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്. നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. ഈ ഒരു വേനലിൽ അനുഭവിച്ചതാണ് പല വീടുകളും വെള്ളത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പം നേരം വെളുത്താൽ അമ്മക്കിതാ പരിപാടി, വെള്ളം വന്ന് വെള്ളമില്ലെങ്കിലോ ഒരു പരിപാടി നടക്കില്ല. അലക്കാനും കുളിക്കാനും എന്തിന് പല്ല് തേക്കാൻ പോലും ഒരു കഞ്ഞി വെക്കാൻ പോലും ഇപ്പോൾ വെള്ളം വേണം. ഈ വേനലിൽ നമ്മൾ അനുഭവിച്ചതാണത്. അങ്ങാകേലേ അങ്ങാകേലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ട്, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ. അങ്ങനെ നമ്മുടെ പാട്ടോടുകൂടി ഈ ഒരു വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടം ആവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനാബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു പകൽ ദിവസത്തെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത്. ഒരു രസകരമായിട്ടുള്ള കാഴ്ചകൾ. രാത്രി കാലത്ത് ചാടിയ ഇലകളൊക്കെ അമ്മ അടിച്ചു വാരി കളയാണ്. കൊടും വേനലായതുകൊണ്ട് തന്നെ മുറ്റത്ത് ഇലകൾക്കൊരു പഞ്ചുമില്ല. അമ്മ കാച്ചുണ്ടാക്കിയ എണ്ണ മീല തേച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. രാവിലെയും വൈകിട്ടുള്ള കുളി അത് നിർബന്ധം തന്നെയാണ്. ഒരു കുണ്ടം മാത്രം ചായ വലിച്ചു കുടിച്ചിട്ട് ഞാൻ പുഴയിലേക്ക് ഓടാനുള്ള പരിപാടിയാണ്. ഞാൻ കുളിക്കാൻ പോകാനുള്ള സമയത്തായിരുന്നു അമ്മ കോഴീനെ വിട്ടത്. 2 മുട്ടയും കിട്ടി. രാത്രി എപ്പോഴും വിട്ടതാണ്. ഓയ് ഏകദേശം ഒരു 9 മണിയാവും കൂട് തുറക്കാൻ. എന്നാലും അവർ പുറത്തിറങ്ങാൻ കൂട്ടാക്കണല്ലോ. ചിലപ്പോൾ നമ്മളെ മുരുകനെ പേടിച്ചിട്ടാവും ഇവരാരും കൂട്ടുന്ന് പുറത്തിറങ്ങാത്തത്. മറ്റൊരു ചങ്ങായി അവിടെ വിലസ് നടക്കുന്നുണ്ട്. അത് മുരുകന് ഒട്ടും ഇഷ്ടമല്ല. കണ്ടാലോ കടന്നാക്രമിക്കാം. നമ്മുടെ ഈ ഒരു കൂട് തുറന്നാൽ രാവിലത്തെ ഒരു പരാക്രമം അതൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അമ്മയിട്ട പേരാണ് ഇവന്, മുരുകൻ. അതിൻ്റെ ഒരു വില്ലത്തരം അവൻ കാണിക്കണമുണ്ട്. എന്തോ ഒരു പ്ലാനിട്ട പോലെ നമ്മൾ പുഴയ്ക്ക് കുളിക്കാൻ പോവാണ്. വെയിലിൻ്റെ ചൂടേറ്റ് ഉണങ്ങി കിടക്കണ നമ്മുടെ വളച്ചട്ടി. ഇവിടെയൊക്കെ ഒരുപാട് പുല്ലുണ്ടാകുന്ന സ്ഥലമാണ്. കണ്ടില്ല അവസ്ഥ. ഈ ഒരു ഭാഗത്തൊക്കെ പന്നിക്കുട്ടന്മാർ വന്ന് ആക്രമിക്കലുണ്ട് വാഴകൾ. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വേനലിൽ ഈ ഒരു ചൂട് നമ്മളെ അത്രയും ബാധിച്ചിട്ടുണ്ട് ഓരോ മനുഷ്യരെയും. ജലം, വായു, അഗ്നി ഇവ 3 നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ അത് കൂടുതലായാലോ അപകടം വിളിച്ചു വരുത്തും. ഇപ്പം തന്നെ ഈ കുളിക്കാൻ പോണത് വെറുതെയാണ്. കാരണം കുളി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും ആകെ വേർത്ത് വേറൊരു കുളി കുളിക്കും. ഇനിയിപ്പോൾ വരാൻ പോണത് മഴക്കാലമാണ്. മഴക്കാലമായാലോ കുളി കുളിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. ഇതാണ് നമ്മളെ ജലനിധി. കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടു കാണും അമ്മ വെള്ളം എടുക്കണത്. അത് ഈ ഒരു ജലനിധിയിൽ നിന്ന് വെള്ളം എത്തിയിട്ടാണ്. പുഴേൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. ദിവസം ദിവസം വെള്ളം ഇറങ്ങും, വെള്ളം വറ്റുക. നമ്മുടെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യണ ഓരോ വ്യക്തിയും ആലോചിക്കുക. ഇനി വരാനുള്ളത് വലിയൊരു ദുരന്തം. അത്രമാത്രമേ ഞാൻ മനസ്സിലാക്കി. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു വില്ലനും കൊണ്ട് ഞാൻ വീട്ടിൽ എത്തി. ഇവനെ കണ്ട അമ്മക്ക്
ഇവനെ പെട്ടെന്ന് ശരിയാക്കണം എന്നുള്ള ശരിപ്പെടുത്തണം എന്നുള്ള ഒറ്റ വിചാരം. അമ്മേൻ്റെ പരാക്രമണം കണ്ട ഞാൻ ഇവനെ പെട്ടെന്ന് ശരിപ്പെടുത്താൻ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ നമ്മളെ അമ്മ ശരിപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ നമ്മുടെ കൊടുവാളിൽ വെളിച്ചെണ്ണ തേച്ചിരുന്നു. അതൊന്ന് മിനിക്കെടുക്കണം ഞാൻ. അങ്ങനെ എല്ലാ കളരി ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചിട്ട് ഇവൻ്റെ നെടുകെ അങ്ങോട്ട് ഛേദിക്കുകയാണ്. ഒരു വെട്ടിന് 2 തുണ്ടം എന്ന പോലെ ഒറ്റ വെട്ട്. പക്ഷെ നമ്മൾ ചീറ്റിപ്പോയി. കത്തി കുടുങ്ങി തന്നെ പറയാം. കുടുങ്ങിയതാണെങ്കിലോ ഒടുക്കത്തെ കൊടുക്ക് നമ്മൾ അവിടെ ബേജാറാക്കി. പക്ഷെ 2ാമത്തെ വെട്ട് എല്ലാ കളരി ദൈവങ്ങളെയും മനസ്സ് വിചാരിച്ച് ചെറിയ ചോളല്ലേ അപ്പോൾ ഇതുവരെ ഞങ്ങൾ കണ്ടില്ല. ഇനി നമ്മൾ കാണാൻ പോണത് ഒരു ചക്കക്കൂട്ടാൻ്റെ കഥ. വരിക്കച്ചക്കായാലും പഴഞ്ചക്കായാലും ഏത് ചക്കായാലും നന്നാക്കുമ്പോൾ ഒരു മുറം ആവശ്യമാണ്. നമ്മുടെ ഈ ചക്ക നന്നാക്കുമ്പോൾ മുറത്തിൽ ഇട്ട് നന്നാക്കണം. അത് പഴമയെ വെല്ലുന്ന ഒരു രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ചക്കയുടെ ചുള മാത്രം വെച്ചിട്ട് കൂട്ടാൻ വെക്കുള്ളൂ. പക്ഷേ നമ്മുടെ അമ്മ ചുള മാത്രമല്ല കേട്ടോ, ഇതേപോലെ ചക്ക ഇതിൻ്റെ മെഡൽ പോലും അരിഞ്ഞ് വെക്കാറുണ്ട്. പണ്ടത്തെ ഒരു കാലഘട്ടം രസമുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. ചിലപ്പോൾ വിഷപ്പടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ചക്ക നമ്മൾ കൂട്ടുണ്ടാക്കിയാൽ ചിലപ്പോൾ തികയലുണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് കഞ്ഞി വെക്കും. എന്നിട്ട് ഇതേപോലെ മെഡൽ കൂട്ടിട്ടാണ് വെക്കുക. ചുള മാത്രം വെച്ചാൽ ചിലപ്പോൾ കൂട്ടാൻ തികയില്ല എന്ന് കരുതിയിട്ട്. അങ്ങനെ ഒരു പഴമയുടെ കാലഘട്ടം ഈ ചക്ക നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശപ്പ് അടക്കിയിരുന്നത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? സത്യം പറയാമല്ലോ, ഈ ഒരു ചക്കനോട് വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ. എപ്പോഴും ചക്ക നേരെ വെളുത്താൽ തുടങ്ങും. അതിനായിട്ടൊരു പ്ലാവും ഉണ്ടായിരുന്നു. നമ്മുടെ വിശപ്പിനെ തൽക്കാലത്തേക്ക് ഒന്ന് അതിജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓംലേറ്റ് അടിച്ചു. പക്ഷേ എൻ്റെ ടാർഗറ്റ് ഇതൊന്നുമല്ല കേട്ടോ, അമ്മയുടെ ചക്ക കൂട്ടാൻ. പിന്നെ അതിലേക്ക് ഒരു കുഞ്ഞു കറി. തൽക്കാലത്തേക്ക് നമ്മുടെ വിശപ്പ് വിട പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവനാണ് ടാർഗറ്റ്. ഇത് വരിക്കച്ചക്കല്ലമ്മ, വരിക്കച്ചക്ക ഇത് പിന്നെ ഇതിലേക്ക് ഉള്ള കറി അത് നമ്മൾ ഉണ്ടാക്കണം. അതിനെന്താ വേണ്ടത്? നല്ല ഉണക്കത്തള. അതിനുവേണ്ടി കുഞ്ഞാക്കാൻ്റെ പീടികയിൽ പോയപ്പോൾ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഈ ഒരു വാർത്ത വായിച്ചിട്ട് സത്യം പറഞ്ഞ എൻ്റെ കിളി പോയി. 121 വയസ്സ്. ഒരുപാടിരുന്ന് ആലോചിച്ച് ഞാൻ എന്താ എൻ്റെ രഹസ്യം മറ്റൊന്നുമില്ല. നമ്മുടെ ചക്കയും കാവത്തും ചേമ്പത്തും അതൊക്കെ തന്നെ. അതുകൊണ്ട് ഈ കുഞ്ഞാക്ക ഇപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുകയാണ്. ഏകദേശം ഒരു 10-40 കൊല്ലമായി നമ്മുടെ ഈ കുഞ്ഞാക്ക ഈ ഒരു പീട് കച്ചവടം തുടങ്ങിയിട്ട്. അന്നും ഇന്നും എന്നും പഴമയെ വിലണ കച്ചവടം. അതാണ് കുഞ്ഞാക്കനൊരു ശൈലി. അങ്ങനെ നമ്മൾ കുഞ്ഞാക്കൻ്റെ പീടിയിൽ നിന്ന് ഉണക്കത്തളൊക്കെ വാങ്ങി പോന്നിട്ടുണ്ട്. പിന്നെ ഈ ചക്ക കൂട്ടാനിലേക്ക് ഒരു ചിന്ന കറി വേണം. നമ്മുടെ പ്രകൃതി കണ്ണുകൾ ആകെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. വേനലിൽ മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ ഒരൊറ്റ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
ഈ ഓരോ പുല്ലുകളും ഓരോ മരങ്ങളും. ഉണക്കമീൻ വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ദേ നമ്മുടെ ചട്ടിയിൽ കുത്തി കൊളിച്ച് വെച്ചേക്കാണ് ചക്ക. കൂട്ടിന് നമ്മുടെ പച്ചമുളകും ഉണ്ട്. ഇനി വരാൻ പോണത് നമ്മുടെ തനി നാടൻ പൂരം. ഉപ്പ് തന്നെ ഇടുക. പിന്നെ ഇട്ടാണ്ട് കൊളാക്കല്ലേ. ഉറപ്പ് വേണമെന്നില്ല. പാളയത് ആ ഒരു പാത കണ്ടിട്ട് മറ്റൊന്നും ചൂടിനൊട്ടും കുറവില്ലാത്ത ഈ ഒരു നേരത്താണ് അമ്മ ചട്ടിക്കിട്ട് പണി കൊടുത്തത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ അമ്മ ഓരോ കലത്തിലും ഓരോ കുടുക്കയിലും ഓരോ ബക്കറ്റിലും ആക്കി വെക്കുകയാണ്. ഇത് പുതിയ ജലനിധിൻ്റെ കണക്ഷനാണ്. എന്താ കാര്യം? വെള്ളമില്ല. വന്നിട്ട് കുറച്ച് ദിവസമായി. വരായിരിക്കും, വരണം. നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വെള്ളം കിട്ടാത്തതിൻ്റെ. ഈ വെള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ തന്നെയാണ് അതിന് കാരണക്കാർ. നമ്മൾ എപ്രകാരമാണോ പ്രകൃതിയെ ചൂഷണം ചെയ്യണത് ആ ഒരു വിധത്തിൽ നമുക്ക് പ്രകൃതി തന്നെ പണി തരും. അതൊരു എട്ടിൻ്റെ പണിയായിരിക്കും. ചക്ക കൂട്ടാൻ അമ്മേൻ്റെ വകയാണെങ്കിൽ തളക്കറി, ഉണക്കമീൻ തളക്കറി നമ്മുടെ വകയാണ്. ഉണക്കമീൻ നല്ല മുളകിട്ട് വെക്കുകയാണ്. കാണാം ആ ഒരു കാഴ്ച. ഈ ഒരു കറി വെക്കണതിൽ ഒരു പുതുമയില്ല കേട്ടോ. ഉണക്കമീനും തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളക് ഇട്ടുകൊണ്ട് ഒരുപാട് കൂട്ടി അവിടെ വെക്കുക. ആവശ്യത്തിന് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും അവിടെ ചേർക്കുക. ചൂട്ടാണ്. കണ്ടങ്ങൾ ഒരു മായമില്ലാത്ത ഉണക്കമീൻ മുളകിടുക. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതിൽ. നിങ്ങളിപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ചക്ക കൂട്ടാൻ എന്തേ ആയത് കാണാം. അത് കരന്ന് വന്നോട്ടെ. ചെങ്ങന്മാരെ ഇനിയിപ്പോൾ എന്താ ആലോചിക്കാനുള്ള ഒന്നുമില്ല. ചക്ക കൂട്ടാനും ഈ ഉണക്കമീൻ തളക്കറി ജമ്മവും എന്താ പറയുക, ഒന്നും നോക്കാമല്ല. ഇന്ന് വേറൊന്നും വേണ്ട, ചക്ക കൂട്ടാനും ഈ കറി.
ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ചക്ക കൊണ്ടുവന്നിട്ട് കൂട്ടാൻ വെക്കുക, ഇതേപോലെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുക, കഴിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പൊളി സാധനം, അടിപൊളി.